നേരത്തെ വർക്ക് ചെയ്തിട്ടുണ്ട്. പടം ഇറങ്ങുന്നത് ഫസ്റ്റ് ആയിട്ട് തീർച്ചയായിട്ടും നല്ല മാറ്റമാണ്. ഒന്ന് സിനിമന്റെ ഒരു അതിനൊരു ഇതുണ്ട് ടൈമിങ്. നമ്മൾ നോർമലി സ്പീഡ് പറഞ്ഞാൽ സംസാരിക്കണം. അതിന് പ്രത്യേക ഒരു മീറ്ററും കാര്യമൊക്കെ ഉണ്ട്. പക്ഷേക്ക് നല്ല ഒരു എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ അതേപോലെ സ്വപ്നമായിരുന്നു, ഒരുപാട് കാലത്തെ ഡ്രീം ആയിരുന്നു ഈ സിനിമ അഭിനയിക്കാൻ. അപ്പോൾ അങ്ങനെ നല്ലൊരു സിനിമ മലപ്പുറം സ്ലാങ് തന്നെ ആയതുകൊണ്ട് ഭയങ്കര ഈസി ആയിരുന്നു സെറ്റായി പറ്റും. പിന്നെ നമ്മുടെ നാട് ക്ലബ്ബ് ഫുട്ബോള് അതുമായി ബന്ധപ്പെട്ടുള്ള സംഭവം ആയതുകൊണ്ട് തന്നെ ഒന്നുകൂടി നമുക്ക് ആക്റ്റീവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. എന്താന്ന് വെച്ചാല് ഇപ്പോ നമുക്ക് ഇത് ബ്രിട്ടീഷുകാരാണല്ലോ ഫുട്ബോൾ കൊടുക്കുന്നത്. ഇപ്പോ ഞാൻ പഴയ അനൗൺസറാണ്. നമ്മൾ അനൗൺസ് ചെയ്യുന്ന സമയത്ത് മലപ്പുറം ടീമിനെ അനൗൺസ് ചെയ്യുമ്പോൾ നമ്മൾ പറയുന്ന ഒരു വേർഡ്സ് ഉണ്ട്. കാലങ്ങൾക്ക് മുൻപേ കാതങ്ങൾക്കപ്പുറം കടലേഴും കടന്നു വന്ന കോട്ടും സൂട്ടും ബോട്ടും ഇട്ട് സായിപ്പിനെ വെറും കാലുകൊണ്ട് കൈലിമുണ്ട് മറക്കി കുത്തി മുറിക്കൈ പനിയനും റാണി ബെൽറ്റും കെട്ടി കോട്ടപ്പടി മകനിൽ വെറും കാലുകൊണ്ട് മലർത്തിയടിച്ച് മലപ്പുറത്തെ തലമുറക്കാർ. അതായത് മലപ്പുറത്തിന്റെ ഒരു അവസ്ഥ ഫുട്ബോൾ. ഞാൻ ചോദിക്കട്ടെ, ഫുട്ബോൾ ഒരിക്കലെങ്കിലും കാണാത്തൊരു മനുഷ്യൻ ലോകത്തുണ്ടാവില്ല. ഫുട്ബോൾ ഒരിക്കലും തട്ടാത്തൊരു മനുഷ്യൻ ലോകത്തുണ്ടാവും. ഭൂമിയുടെ കൂടെ പിറന്നൊരു കളിയാണ് ഫുട്ബോൾ. അതുകൊണ്ട് ഭൂമിയുടെ ഗോൾ, അതാണ് ഗോളാ ഗോളം. അതാണ് ഈ കഥ പറഞ്ഞത്. പിന്നെ ഇപ്പോ ലഹരിയുടെ പിന്നാലെ നമുക്കറിയാം സർക്കാർ തന്നെ ഇതിനെതിരെ ഒരു വലിയ ടീമിനെ സെറ്റാക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വന്നു. ഇപ്പൊ നമ്മുടെ തലമുറ ജാതി, രാഷ്ട്രീയം, മതം അങ്ങനെ ഓരോന്നിന്റെ പേരില് ഇവിടെ ഇങ്ങനെ തമ്മിലടിക്കുക, എങ്ങനെ അകലാം എന്നുള്ളതാണ് നോക്കുന്നത്. നമ്മൾ ബന്ധങ്ങൾ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഒരു ഗ്രൗണ്ട് ഉണ്ടെങ്കിൽ, ഒരു വായനശാല ഉണ്ടെങ്കിൽ, ഒരു പൊതു ഇടം ഉണ്ടെങ്കിൽ എല്ലാവർക്കും കൂടി നിൽക്കാൻ. ഇപ്പൊ നമുക്കൊരു വായനശാലയിലേക്ക് നമുക്ക് മതം കയറ്റാൻ പറ്റും, ജാതി കയറ്റാൻ പറ്റില്ല. അതേപോലെ ഒരു ഗ്രൗണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് തുറന്നിരിക്കാൻ, നമുക്ക് സംസാരിക്കാൻ സ്പേസ് ഇല്ല. ഇവിടുത്തെ സത്യത്തില് പ്രശ്നം അതാണ്. ഒരു ഗ്രൗണ്ട് ഉണ്ടാക്കുക. ഇനി ഇതിന്റെ ലാഭവീതം, ഈ സിനിമ ക്ലിക്കായി ലാഭവീതം വന്നാൽ ആ ലാഭവീതത്തിന്റെ ഉള്ളിൽ നിൽക്കാവുന്ന ഒരു സ്റ്റേഡിയം, ഒരു പൊതു സ്റ്റേഡിയം നിർമ്മിക്കുക എന്നുള്ളതാണ് എന്റെ പ്രൊഡ്യൂസർമാരുടെ ഉദ്ദേശം. നമ്മുടെ ടിക്കറ്റിന്റെ ടോക്കൺ എന്ന് പറയുന്നത് ഒരു ഗ്രൗണ്ടിലേക്കുള്ള സംഭാവനയാണ്. കേരള സമൂഹം ഒരുമിച്ച് നിൽക്കുകയാണെങ്കിൽ ഇനി പ്രേക്ഷകർ തീരുമാനിക്കണം എന്ത് ഗ്രൗണ്ട് ഉണ്ടാക്കണം, ഏത് തരത്തിൽ ഗ്രൗണ്ട് ഉണ്ടാക്കണം. ഫിഫ സ്റ്റേഡിയം ഉണ്ടാക്കണോ അതൊരു മറ്റേ കണ്ടുണ്ടാക്കണോ എന്നുള്ളത് അവർ തീരുമാനിക്കണം. പ്രേക്ഷകർ കുടുംബസമേതം തിയേറ്ററിൽ തന്നെ പോകും. ഏതൊരാൾക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഫീലുണ്ട്, റൊമാൻസ് ഉണ്ട്, ഗെയിം ഉണ്ട്, അടിയുണ്ട്, കോമഡി ഉണ്ട്, ഒരു ഫുൾ പാക്കേജ് പടമാണ്. പിന്നെ ആദ്യമായിട്ട് ആണ് ഞങ്ങൾ ഡയറക്ടർ സുനീർ സാർ ഈ പടം ചെയ്യുന്നത്. വളരെയധികം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഷമീർ ജിബ്രാനാണ് ക്യാമറ കയറുന്നത്, അസോസിയേറ്റ് ആയിക്കൂടെ എല്ലാവരും. പക്ഷെ ഞങ്ങളെ ബഡ്ജറ്റ് എന്ന് പറയുന്നത് വളരെ ചെറിയ ബഡ്ജറ്റ് ആയിരുന്നു. പക്ഷെ ഞങ്ങളെ ബഡ്ജറ്റ് ചെറിയൊരു ബഡ്ജറ്റ് ഒരു കുഞ്ഞു വലിയ സിനിമയാണ്. ഒരുപാട് ആളുകൾ ഇതിൽ ആക്ടേഴ്സൊക്കെ ഓക്കെയാണ്. ആക്ടേഴ്സിനെ പിന്നെ തീരുമാനിക്കുന്ന പ്രേക്ഷകരാണ്. നമ്മളെ സംബന്ധിച്ച് നമ്മളെ ഭാഗങ്ങൾ നമുക്ക് തന്നത് അയ്യോ എന്ന് പറയുന്നത് ഓക്കെ എന്ന രീതിയിലാണ് പോയിട്ട്. ഇനി പ്രേക്ഷകരുടെ കയ്യിലുള്ളത് എല്ലാവരും ഒരു കുഞ്ഞു സിനിമ. നിങ്ങൾ കാണുന്ന ഓരോ ടിക്കറ്റും ഒരു ഗ്രൗണ്ടിലേക്ക് സംഭവം മെസ്സേജ് ഞങ്ങൾ സിനിമയിൽ അതന്നെ എല്ലാവരും തിയേറ്ററിൽ പോയി കാണണം എന്ന് പറയുന്നത്. കാരണം അത് മൊത്തത്തില് നമുക്കും ടോട്ടലായിട്ട് മാറ്റം കൊണ്ടുവരാൻ പറ്റും എന്ന് പറയാനുള്ളത്. പരമാവധി നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഞങ്ങൾക്ക് എല്ലാവരും സപ്പോർട്ടുകളും വേണം. താങ്ക് യു.